അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അരിത്തമെറ്റിക് സീക്വൻസിലെ അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് ക്വസ്റ്റ്യൻ. ആദ്യം മീനിങ് ആണ് പറഞ്ഞിരുന്നത്. റൈറ്റ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാല് നാച്ചുറൽ നമ്പേഴ്സിന്റെ സീക്വൻസ് എഴുതണം എന്നാണ് ക്വസ്റ്റ്യൻ. കണ്ടീഷൻ ഇവിടെ തന്നിട്ടുണ്ട്. റിമൈൻഡർ എന്ത് വരണം? 4 വരണം. ഏത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ? 6 കൊണ്ട്. മക്കളെ, ഇങ്ങനത്തെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ ഒരു നിമിഷം പോലും പതറരുത്. റിമൈൻഡർ 4 കിട്ടുക എന്ന് പറഞ്ഞാലേ നിങ്ങൾ ആദ്യം 4 എഴുതി കൊടുക്കുക. ഏത് കൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത്, അതാണ് കോമൺ ഡിഫറൻസ് ആക്കി സെറ്റ് ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് അതാണ് കോമൺ ഡിഫറൻസ് ആക്കി സെറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ആ റിമൈൻഡർ എടുത്ത് എഴുതുക. ഏത് കൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് അതാണ് കോമൺ ഡിഫറൻസ്. 4 + 6 എത്ര പറയടാ? 10. അടുത്ത ടൈം ഏതാ? 16. അടുത്ത ടൈം ഏതാ? 22. നിങ്ങൾ എന്താ പ്രശ്നം വരികയെന്നറിയോ? ഈ 4 നിങ്ങൾ എന്ത് ചെയ്യാൻ മറക്കും? എഴുതാൻ മറക്കും. അപ്പൊ ഇത് 4 റെഡി ആണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യണ്ടേ? അപ്പൊ ഇത് നിങ്ങൾക്ക് ഡൗട്ട് ഇല്ല. 10നെ ഏത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ? 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ റിമൈൻഡർ 4 വരുന്നുണ്ട്. ഇത് ഡൗട്ട് ഇല്ലല്ലോ. 16നെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴേ റിമൈൻഡർ 4 വരുന്നുണ്ട്. ഈ 4നെ 6 കൊണ്ട് എങ്ങനെ ഡിവൈഡ് ചെയ്യാം? 4നെ 6 കൊണ്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്ത 4നെ 6 കൊണ്ട് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്ക്. 4നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്ക്. റിമൈൻഡർ എത്ര വരുന്നത് നോക്ക്. ഞാൻ ചെയ്യാണ്. 4നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 4ൽ 6 പോവോ? അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? പോയിന്റ് ഇട്ട് കൊടുക്കും. ഓർമ്മല്ലേ? 40ൽ എത്ര 6 പോകുന്നുണ്ട്? 40ൽ എത്ര 6 പോകുന്നുണ്ട് പറഞ്ഞ? 6 അല്ലേ? 6 × 6 എത്രയാണ്? 36. ആൻസർ എത്ര? റിമൈൻഡർ എത്ര? 4 വരുന്നില്ലേ? എന്ന് പറഞ്ഞാല് നിങ്ങൾ ഇങ്ങനെയൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. വെരി സിമ്പിൾ ആയിട്ട് ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. റിമൈൻഡർ എന്താണോ വരുന്നത് അത് ഫസ്റ്റ് ടേമിലേക്ക് സെറ്റ് ചെയ്യാം. എന്തുകൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് അതെന്താക്കുക? ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? അടുത്ത ക്വസ്റ്റ്യൻ ആണോ? യെസ്. വാട്ട് ഈസ് ദ റീസൺ? ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? വാട്ട് ഈസ് ദ റീസൺ? കോമൺ ഡിഫറൻസ് ആർ സെയിം, therefore this is an arithmetic sequence എന്ന് എഴുതി വെക്കണം കേട്ടോ. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറഞ്ഞത്? ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ പറഞ്ഞല്ലോ. ഏതാണോ? എത്രാമത്തെ? 10. ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ് തോന്നുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 6. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ പറഞ്ഞിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 6. യെസ്. നേരെ നോക്കിക്കോളും. എഴുതണം കേട്ടോ. ഞാൻ പറഞ്ഞ ശേഷം മാത്രം എഴുതിയാൽ മതി. നിങ്ങൾ ആദ്യം ഇത് കിട്ടിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പറിലാണ് എഴുതേണ്ടത്. നേരെ നോക്കിക്കോട്ടോ. റിമൈൻഡർ 1 ഡിവിഷൻ 8 സീക്വൻസ് എന്ന് പറഞ്ഞ. റിമൈൻഡർ 1 ഡിവിഷൻ 8 പറഞ്ഞ സീക്വൻസ് പറഞ്ഞ. ഫസ്റ്റ് ടൈം ഏതാ? 1. 8 ആണ് കോമൺ ഡിഫറൻസ് എടുക്കേണ്ടത്. അപ്പൊ അടുത്ത ടൈം ഏതാ? 9. അങ്ങനെ പോകും. റെഡിയല്ലേ? എഴുതണ്ട. ഈ റിമൈൻഡർ അല്ലേ എന്റെ മക്കൾ ഫസ്റ്റ് ടൈം ആക്കി സെറ്റ് ചെയ്തത്? അല്ലേ? ഏത് കൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് അതായിരിക്കും കോമൺ ഡിഫറൻസ്. അല്ലടാ. ഇതേപോലെ വേറൊരു സീക്വൻസ് കൂടി ഇതിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ 5ഉം 8ഉം വരുന്നത്. 5ഉം 8ഉം വരുന്നത് എന്ന് പറഞ്ഞ. ഫസ്റ്റ് ടൈം ഏതാ? 5. 13. സോ ഇത് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് അരിത്തമെറ്റിക് സീക്വൻസ് എഴുതാനാണ് പറഞ്ഞ. രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് 1 5 പറയണ. 1 5 9 13. സിമ്പിൾ ആണോ? ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതി വെക്കരുത്. ഞാൻ മനസ്സിലാൻ വേണ്ടി ചെയ്തു വെച്ചതാണ്. ഇപ്പൊ വേണമെങ്കിൽ ഇത് എഴുതി വെക്കാം. വെയിറ്റ്. എങ്ങനെയാണ് ഡിഫറൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യുക? 116 ഇതിലെ ഏതെങ്കിലും 2 ടേമിന്റെ ഡിഫറൻസ് ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യും? നിങ്ങളോട് എക്സാമിന് ഡിഫറൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ആ ചോദിച്ചതിനെ ഏതോട്ട് ഡിവൈഡ് ചെയ്യണം?
കോമൺ ഡിഫറൻസോട്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ 0 കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. മുമ്പ് ഞാൻ എഴുതി തന്നിട്ടുണ്ട്. ഡിഫറൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞാല് ആ ടേമിനെ നേരെ നോട്ട് ചെയ്തോളൂ കേട്ടോ, അവിടെ എഴുതി വെച്ചോളൂ. ഡിഫറൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ചോദിച്ചാല് ആ ചോദിച്ചതിനെ കോമൺ ഡിഫറൻസോട്ട് ഡിവൈഡ് ചെയ്യുക. വേഗം ഡിവൈഡ് ചെയ്തോ. 116 കോമൺ ഡിഫറൻസോട്ട് ഡിവൈഡ് ചെയ്തോ. വേഗം ഡിവൈഡ് ചെയ്തോ. റിമൈൻഡർ 0 കിട്ടുന്നുണ്ടെങ്കിൽ അത് ടേം ആണ്, അല്ല അത് ഡിഫറൻസ് ആണ്. 11 എത്ര 4 ഉണ്ട് പറയണോ? 2 അല്ലെ? 36 എത്ര ഉണ്ട്? റിമൈൻഡർ 0 കിട്ടുന്നുണ്ട്. ആണോ അല്ലേ? ആണോ? ആണോ? ആണ്. റിമൈൻഡർ കിട്ടുന്നത് ഏതാണ്? റിമൈൻഡർ കിട്ടുന്നത് എന്താണ്? 0 ആണ്. 116നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 കിട്ടുന്നുണ്ട്. 4 എവിടുന്ന കിട്ടിയോ? 4 കോമൺ ഡിഫറൻസോട്ടാ ഡിവൈഡ് ചെയ്യേണ്ടത്. അല്ലല്ല, ഇതാണ് സീക്വൻസ്. നമ്മളിപ്പോ കിട്ടിയതാണ് സീക്വൻസ്. ഇതാണ് നമ്മളെ അരിത്തമെറ്റിക് സീക്വൻസ്. ഇത് ഞാൻ ഇവിടെ പറഞ്ഞത് ആ സീക്വൻസ് എഴുതാൻ വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായില്ല? നിങ്ങൾ വിചാരിച്ചു ഇവിടെ കോമൺ ഡിഫറൻസ് 8 ആണെന്ന് വിചാരിച്ചു. അതല്ല, ഇവിടെ കണ്ടോ ഈ അരിത്തമെറ്റിക് സീക്വൻസ് ഇല്ലേ, അതിന്റെ കോമൺ ഡിഫറൻസ് ആണ് നോക്കേണ്ടത്. ക്ലിയർ അല്ലേ? ഇവിടെ തന്ന അരിത്തമെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് ആണ് നോക്കേണ്ടത്. 116നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഡിഫറൻസ് ആണ്. പൊസിഷൻ എങ്ങനെ നോക്കുക? എങ്ങനെയാണ് പൊസിഷൻ നോക്കുക? 1, 5, 9, 13 എക്സെട്ര 116 ഇതിൽ എത്രാമത്തെ ടേം ആണെന്ന് എങ്ങനെ നോക്കുക? ഇതിൽ 116 എത്രാമത്തെ ടേം ആണെന്ന് എങ്ങനെ നോക്കുക? ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1. വേഗം ചെയ്ത് വേഗം കണ്ടുപിടിക്കുക. ലാസ്റ്റ് ടേം 116 അല്ലല്ലോ, 161 അല്ലേ? 161 അല്ലേ ചെക്ക് ചെയ്യേണ്ടത്? അല്ലേ? 161 ടേം ആണ്, അതാണ് ചെക്ക് ചെയ്യേണ്ടത്. അല്ല, 161ന്റെ പൊസിഷനാണ് ചെക്ക് ചെയ്യേണ്ടത്. വേഗം നോക്കിക്കോ. 161 ഫസ്റ്റ് ടേം എത്ര? 1. കോമൺ ഡിഫറൻസ് എത്രയാണ്? 4/1. വേഗം ചെയ്താ വേഗം ആൻസർ കിട്ടും. 161 1 കുറച്ചാൽ എത്ര? 160/4 പ്ലസ് 1. 160നെ 4 ഡിവൈഡ് ചെയ്ത എത്ര? 16 4 ഡിവൈഡ് ചെയ്ത എത്ര? 4. 4 40 അല്ലെ? 41 ആയിരിക്കും പൊസിഷൻ. സോ 41 ആയിരിക്കും പൊസിഷൻ. പൊസിഷൻ കാണാനാണ് ക്വസ്റ്റ്യൻ. വെരി സിമ്പിൾ ആണ്. വെരി സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. വെരി സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്.